+1 2024 ഡിസംബർ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് നോക്കാം നമുക്ക്. सूचना 1 से 5 तक के प्रश्नों के उत्तर कोष्टक से चुनकर लिखे. 1 തൊട്ട് 5 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ബ്രാക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക. 5 മാർക്സ് ആണ്. 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. 5 മാർക്കാണ്. चांद और कवि किसकी रचना है? चांद और कवि रामधारी सिंह दिनकर की रचना है. बेंजामिन फ्रैंकलिन ने विद्यार्थी को कितने डॉलर दिए? $20. अपने कुचले हुए सपनों को सहला रहा है कौन? युवक. 4th क्वेश्चन, अमिताभ किस विधा की रचना है? अमिताभ लघु कथा है. नया दारोगा कौन है? बीरबल सिंह. नेक्स्ट क्वेश्चन, सूचना कवितांश पढ़े और 6 से 8 तक के प्रश्नों के उत्तर लिखे. 6 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ കവിത വായിച്ചിട്ട് ഉത്തരം കണ്ടെത്തി എഴുതുക. കവിത മധുഋതു എന്ന് പറഞ്ഞ കവിതയിൽ നിന്നുള്ള കവിതാംശമാണ് തന്നിട്ടുള്ളത്. മധുഋതു പാഠത്തിലെ 2ാമത്തെ ലെസണാണ്, പുസ്തകത്തിലെ 2ാമത്തെ ലെസണാണ് മധുഋതു. ഇത് നിങ്ങൾക്കറിയാം. പോയം വായിക്കുക. ദെൻ ക്വസ്റ്റ്യൻ, निशी में मधुर तुखिन कौन छिड़केगा? अंतरिक्ष. शशि किरणें कैसे आएगी? कैसे आएगी? പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഈ പോയത്തിൽ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ തന്നെ, അന്ധകാർക്ക ജലധി ലാംഘകർ ആവേഗി ശശികിരണേ. ഈ ലൈൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. അന്ധകാർ രൂപി ജലധി ലാംഘകർ ശശി കിരണേ ആയേഗി എന്നാണ് ഇതിന്റെ ആൻസർ. 8th ക്വസ്റ്റ്യൻ, കവിതാംശ की ആസ്വാദൻ ടിപ്പണി ലിഖേ. ആസ്വാദൻ ടിപ്പണി എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം കവിത मधुऋतु कविता का एक अंश है. एक जयशंकर प्रसाद की एक प्रसिद्ध कविता है मधुऋतु. इसमें वसंतकाल की वर्णना है എന്ന് പറഞ്ഞ് തുടങ്ങി ലാസ്റ്റ് ആൻസറിൽ ഈ പാഠത്തിന്റെ ലാസ്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഈ പോയത്തിന്റെ ആശയം എഴുതി വെക്കുക. നിങ്ങളുടെ ഓരോളും ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, सूचना 9 से 11 तक के प्रश्नों के किन्हीं 2 के उत्तर लिखे. 3 ക്വസ്റ്റ്യൻ തന്നിട്ട് 2 എണ്ണത്തിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 9th ക്വസ്റ്റ്യൻ, സാർത്ഥക് വാക്യമേം ബദലേ. സാർത്ഥകമാനെ മീനിങ്ഫുൾ, അർത്ഥമുള്ള വാക്യത്തിലേക്ക് ബദലിന മാറ്റുക. ഇത് ഇതുവരെ എത്രയോ വർഷങ്ങളായിട്ട് ഇതുവരെ ആദ്യമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ +1 ക്ലാസ്സിൽ അല്ലെ +2 ലെവലിലുള്ള ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ. സാർത്ഥക് വാക്യമേം ബദലേ, മീനിങ് ആക്കി മാറ്റുക. താഴെ തന്നിരിക്കുന്ന സെന്റൻസിനെ മീനിങ് ആക്കി മാറ്റുക. എന്താ സെന്റൻസ്? അസ്ലം അഭിനഹി ആയേക. അസ്ലം അഭിനഹി ആയ, അസ്ലം ഇനി വരില്ല എന്നത് കാണുമ്പോൾ നമുക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. പക്ഷെ എന്താ അതിന്റെ മിസ്റ്റേക്ക്? 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അസ്ലം അഭിനഹി എന്നുള്ളത് ഒന്നിച്ചെഴുതിയിരിക്കുന്നു. അതിന് ശിരോരേഖ, ഹിന്ദിയിൽ മുകളിൽ എഴുതുന്ന വരേന ശിരോരേഖ എന്ന് പറയും. അപ്പൊ അഭിനഹി എന്നുള്ളത് 2 വാക്യമാണത്, 2 വാക്കാണ്. അബ് കഴിഞ്ഞിട്ട് സ്പേസ് വേണം. അബ് ഒരു വാക്ക്, നഹി വേറെ വാക്ക്. അതാണ് അതിന്റെ മിസ്റ്റേക്ക്. അത് ഒന്നിച്ചെഴുതിയിരിക്കുന്നത്. അതാണ് ഈ സെന്റൻസിൽ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ വേറെ അസ്ലം അബ് നഹി ആയേക അങ്ങനെ മാറ്റി എഴുതുക. അതാണ് അതിന്റെ ആൻസർ. അസ്ലം മർഗയ എന്നും പറയാം. 10ാമത്തത്, ജിസ് पर अंकित है आंसू धक्कान विश्राम और प्रेम की स्मृतियां. पत्थर की बेंच पर क्या क्या अंकित हैं? പത്തർ കി ബെഞ്ച് पर क्या क्या അങ്ങനെ പോയതിന് ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത് കൊടുത്തിട്ടുണ്ട്? ആസു ധക്കാൻ വിശ്രാം और प्रेम की स्मृतियां अंकित हैं. ഇതാണ് എന്റെ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇതും പുതിയ മോഡലാണ്. ഇതുവരെ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. +1 ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. പ്രശ്നവാചക ശബ്ദോങ്കി സഹായതാസെ 2 പ്രശ്ന ബനായേ. പ്രശ്നവാചക ശബ്ദോങ്കി, പ്രശ്നവാചകം എന്ന് പറഞ്ഞാൽ WH ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. കോൻ, ക്യാ,
എല്ലാം കൊടുത്തിട്ടുണ്ട്, വേണ്ട ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള പ്രശ്നവാചക ക്വസ്റ്റ്യൻ, പ്രശ്നവാചക ശബ്ദോങ്കി സഹായസ് ദോ പ്രശ്ന ബനായ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. മാനവ് ബുൾബുളോം സെ ഖേൽക്കർ കവിത ബനാത്താ ഹെ. മനുഷ്യൻ ബബിൾസിനോട്, കുമിളകളോട് കളിച്ചുകൊണ്ട് കവിതകൾ ഉണ്ടാക്കുന്നു. ചാന്തോർ കവി എന്ന് പറഞ്ഞ കവിതകളുള്ള ഒരു ലൈനാണ് കൊടുത്തിട്ടുള്ളത്, പോയത്തിന്റെ വരിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 2 സെന്റൻസ് ഉണ്ടാക്കണം. ഒന്നാമത്തെ സെന്റൻസ് എന്താ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത് അല്ല, ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. കോൻ ബുൾബുളോം സെ ഖേൽക്കർ കവിത ബനാത്താ ഹെ. കോൻ ബുൾബുളോം സെ ഖേൽക്കർ കവിത ബനാത്താ ഹെ. ക്വസ്റ്റ്യൻ മാർക്ക്. ആരാണ് ബബിൾസിനോട് കളിച്ചുകൊണ്ട് കവിത ഉണ്ടാക്കുന്നത്? അപ്പൊ ആൻസർ വരും മാനവ് അല്ലെ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ആൻസർ ഉണ്ടാവും. നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കി. രണ്ടാമത്തെ സെന്റൻസ് ക്യാ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ അടുത്ത നമ്മൾ ഉണ്ടാക്കുന്നു. മാനവ് ക്യാ ക്യാ കർത്താ ഹെ. മാനവ് എന്തെല്ലാമാണ് ചെയ്യുന്നത്? ആൻസർ മാനവ് ബുൾബുളോം സെ ഖേൽക്കർ കവിത ബനാത്താ ഹെ. ഉണ്ടാവും. നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതാണ് അതിന്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൂചന. 12 से 15 तक के प्रश्नों में किन्हीं 3 के उत्तर लिखे. 4 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 3 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ഒന്നിന് 4 മാർക്ക് വീതം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഏ കഥൻ പഠേ और ഇബ്രാഹിം അലി के चरित्र पर टिप्पणी लिखे. ഇബ്രാഹിം അലി ജുലൂസ് എന്ന് പറഞ്ഞ നാടകത്തിലെ ഒരു പാർട്ടാണ് കൊടുത്തിട്ടിരിക്കുന്നത്. മേ ആപ്കോ ഇത്തനീമാൻ ദിലാത്താ ഹും കി കിസി കിസ്മ കാ ദംഗ ഫസാദ്. അതുപോലെ ഇബ്രാഹിം അലി പറഞ്ഞ സെന്റൻസുകളാണ്. അപ്പം ഈ സെന്റൻസുകൾ വായിച്ചിട്ട് ഇബ്രാഹിമിന്റെ ക്യാരക്ടർ സ്കെച്ച്, ചരിത്ര ചിത്രം ലിഖെന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലി ജുലൂസ് നാടക കെ നായക് ഹെ, जुलूस के नेता हैं, वे महात्मा गांधी के അനുയായി हैं, അഹിംസാ पर വിശ്വാസ് रखने वाले हैं, वे देश प्रेमी हैं. അല്ലേ? ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട് നമുക്ക് എഴുതാൻ. ഇതിന് 4 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മനോധർമ്മം പോലെ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ. ജീവൻ വൃത്ത് പഠേ और രാംധാരി സിംഗ് ദിൻകർ के बारे में एक അനുച്ഛേദ് ലിഖേ. ഈ തന്നിരിക്കുന്ന പ്രൊഫൈല് വായിച്ചിട്ട് രാംധാരി സിംഗ് ദിൻകറിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ്, അനുച്ഛേദമാണ് പാരഗ്രാഫ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജീവൻ വൃത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. രാംധാരി സിംഗ് ദിൻകർ, ജന്മ 23 दिसंबर 1908, जन्मस्थान सिमरिया बिहार, प्रमुख रचनाएं कुरुक्षेत्र उर्वशी रेणुका, पुरस्कार ज्ञानपीठ 1972, मृत्यु 24 April 1974. പ്രൊഫൈൽ തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മനോധർമ്മം പോലെ എഴുതുക. അത് ഞാൻ പറയാം. रामधारी सिंह दिनकर का जन्म 23 सितंबर 1908 में बिहार के सिमरिया में हुआ. उनकी प्रमुख रचनाएं हैं कुरुक्षेत्र, उर्वशी, रेणुका आदि आदि. वो 1972 को ज्ञानपीठ पुरस्कार से सम्मानित हुआ है. इनका मृत्यु 24 अप्रैल 1974 में हुआ. 14ാമത്തെ ക്വസ്റ്റ്യൻ. സഹി മിലാൻ കരേ, മാച്ച് ദ ഫോളോയിങ്. ഇവിടെ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദുഃഖ്, കബീർദാസ്, ടിക്കറ്റ് ബാബു, ബൂഢാത്മി. ദുഃഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് വരെയുള്ള പോർഷൻസിൽ വരേണ്ട ഭാഗമല്ല. പക്ഷെ ഇതിൽ ബാക്കി 3 നമ്മൾ പഠിച്ചാണ്. 4ാമത്തെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കിട്ടും. യാത്രിയോം കോ ടിക്കറ്റ് ദേന, യശ്പാൽ, ആംഗി ഗുഠലിയാം ബോന, സന്ദേവർ, സമാജ സുധാരക. അപ്പം ദുഃഖ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. രണ്ടാമത്തെ നോക്കുക. കബീർദാസ് സന്ത് ഏവം സമാജ സുധാരക്, സന്യാസിയാണ്. ടിക്കറ്റ് ബാബു യാത്രിയോം കോ ടിക്കറ്റ് ദേന പഠിച്ചിട്ടുണ്ട്. ഊഢ ആത്മി ആംഗി ഗുഠലിയാം ബോന. അപ്പം ദുഃഖം ഓട്ടോമാറ്റിക്കലി വരും യശ്പാൽ. ദുഃഖിന്റെ ഓദർ യശ്പാൽ ആണെന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. 15th ക്വസ്റ്റ്യൻ. ദോഹ പടേ और ആശയ ലിഖേ. തന്നിരിക്കുന്ന ദോഹ വായിച്ചിട്ട് അതിന്റെ ആശയം എഴുതുക. बुरा जो देखन में चला, बुरा न मिलिया कोई, जो दिल खो जो आपना मुझसा बुरा न कोई. കബീർദാസിന്റെ ഒരു ദോഹ തന്നിട്ടുണ്ട് അല്ലെ, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ആശയം എഴുതി വെക്കുക. കബീർദാസ് कहते हैं बुरे आदमी को देखने के लिए मैं चला गया लेकिन
कोई भी बुरा नहीं मिला. मैं अपने दिल में खोजा तो पता चला कि मुझसे बुरा और कोई नहीं है. ഇവിടെ ആശയം പറയുന്നത് സ്വയം സുധാരണ ഹെ എന്നുള്ളതാണ് അതിൻ്റെ കണ്ടന്റ് വരുന്നത്, സീഖ് വരുന്നത്. അല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സൂചന. गद्यांश पढ़े और प्रश्न 16 और 17 के उत्तर लिखे. ഈ ഗദ്യാംശം, ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന 16ഉം 17ഉം ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുക. ഈ പാഠം ആനന്ദ് കി ഫൂൽച്ചടിയാം എന്നുള്ള പാഠത്തിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സംഭ്രാന്ത് മഹിള റെയിൽഗാഡി മേ ബൈഠ്കർ ക്യാ കർ രഹി ഥി. ആ കുലീനിയായ സ്ത്രീ ട്രെയിനിലിരുന്ന് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്താ ചെയ്തിരുന്നത്? ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. वे खिड़की के पास बैठकर बीच बीच में अपनी मुट्ठी से कुछ चीज बाहर फेंकती जा रही थी. ഇതാണ് അതിന്റെ ആൻസർ. അവര് വിൻഡോ സീറ്റിന്റെ അടുത്തിരുന്ന് അവരുടെ കയ്യിലുള്ള എന്തോ സാധനം പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ആൻസർ. അതിന് 2 മാർക്സ് ആണ്. രണ്ടാമത്തെ 17 ക്വസ്റ്റ്യൻ. ഖണ്ഡ് കാ സംക്ഷേപൺ കരെ. സംക്ഷേപൺ എന്നുള്ള വേർഡിന്റെ മീനിങ് പഠിക്കുക. സംക്ഷേപൺ മാനെ ചുരുക്കി എഴുതുക. ഖണ്ഡ് കാ സംശയം പാരഗ്രാഫ് വെച്ചതിനാ ചുരുക്കി എഴുതുക. ഒരു കുറച്ച് വലിയ പാരഗ്രാഫാണ് അല്ലേ, അത് നമ്മൾ ചുരുക്കി എഴുതാൻ പഠിക്കണം. ആ പാരഗ്രാഫ് ഞാൻ ചുരുക്കിയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കേ. एक वृद्ध संभ्रांत महिला रेलगाड़ी से यात्रा करते समय अपनी मुट्ठी से कुछ फूल और फलों के बीज फेंक रही हैं. उनकी आशा है कि इसमें कुछ भी अगर जड़ पकड़ लेंगे तो दूसरों को फायदा होगा. 2 സെന്റൻസിൽ ഒതുങ്ങുന്നതാണ് ഈ സംക്ഷേപം. सूचना 18 से 21 तक के प्रश्नों में किन्हीं 3 के उत्तर लिखे. 18 തൊട്ട് 21 വരെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 3 എണ്ണത്തിന് ആൻസർ ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. सितंबर 14 हिंदी दिवस है. हिंदी दिवसाണ് सितंबर 14. इस अवसर पर आपके स्कूल के हिंदी क्लब की ओर से विविध प्रतियोगिताओं का आयोजन होने वाला है. നമ്മുടെ സ്കൂളിലെ ഹിന്ദി ക്ലബ്ബ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. इसके लिए उचित പോസ്റ്റർ തയ്യാർ കരെ. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോളമെല്ലാം വരച്ച് കാര്യക്രമം എഴുതി സ്ഥാനവും സമയവും എല്ലാം വെച്ച് വിശിഷ്ടാതിഥികൾ ഉണ്ടെങ്കിൽ അവരുടെ പേരെല്ലാം വെച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 19th ക്വസ്റ്റ്യൻ. असलम को डॉक्टर से पता चला कि उसके दोनों गुर्दों में खराबी हैं. അസ്ലമിന് ഡോക്ടർ പോയപ്പോൾ മനസ്സിലായി തന്റെ 2 ഗുർദ കിഡ്നീസും കംപ്ലൈന്റ് ആണ്. इसके बारे में असलम നയേ റിക്ഷേ വാലെ സെ ബാത്ചീത് കർത്താ ഹെ. ഓ ബാത്ചീത്തിലേക്ക് ഈ കാര്യം തന്റെ കൂട്ടുകാരനായ പുതിയ റിക്ഷക്കാരനോട് അസ്ലം പങ്കുവയ്ക്കുന്നു. തനിക്ക് അസുഖമുണ്ടെന്നുള്ള കാര്യം പങ്കുവെക്കും. ബാത്ചീത്തിലേക്ക് കോൺവെർസേഷൻ തയ്യാർ കരെ. അതിന്റെ ഹിൻസ് വന്നിട്ടുണ്ട്. പേടുമേൻ ദർദ് വയറ്റുള്ള വേദന. ഗുർദോമേൻ ഖരാബി വൃക്കകൾ കംപ്ലൈന്റ് ആണ്. റിക്ഷ ചലാനേസെ മന കർണ. ഡോക്ടർ ഇനി ഓട്ടോറിക്ഷ സൈക്കിൾ റിക്ഷ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അന്ന് ഹിൻസ് വന്നിട്ടുള്ളത്. അസ്ലമും നൈറിഷ്ടവാലും തമ്മിലുള്ള ബാത്ചീത്തിന്റെ രൂപത്തിൽ എഴുതുക. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അത് നിങ്ങളെ മനോധർമ്മം പോലെ എഴുതുക. ലാംഗ്വേജ് ആകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതേണ്ടതാണ് ഇതെല്ലാം. നെക്സ്റ്റ് 20th क्वेश्चन. जरा टहरिए भाई साहब, देखिए बेचारा बाबू कितना फंस रहा है. लेखक ने यात्रियों की भीड़ से ऐसा कहा. ये सुनकर टिकट बाबू खुश हुआ. टिकट बाबू इसके बारे में डायरी में लिखता है. वो डायरी लिखे. ഒന്ന് നിൽക്കൂ ഭായ് സാഹബ്, ദേക്കിയ ബേച്ചാര ബാബു കിത്തന. ആ ടിക്കറ്റ് തരുന്ന സാർ അത്രമാത്രം ബുദ്ധിമുട്ടിലാണ്. ലേഖകനെ യാത്രിയോങ്കി ഭീഡ് സെ ഐസ കഹ. യാത്രക്കാരോടായിട്ട് ലേഖകൻ ഇങ്ങനെ പറയുന്നു. ഈ സുൻകാർ ഇത് കേട്ട ടിക്കറ്റ് ബാബുവിന് സന്തോഷമായി. എന്റെ വിഷമം മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ടിക്കറ്റ് ബാബു ആ ദിവസത്തെ ഡയറി മേ ലിഖ്താ ഹെ. അന്നത്തെ രാത്രി അദ്ദേഹം ഡയറി എഴുതുമ്പോൾ ഈ കാര്യം അദ്ദേഹം ആ ഡയറിയിൽ കുറിക്കുന്നു. ഓ ഡയറി ലിഖെ. ആ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹിൻസ് തന്നിട്ടുണ്ട്, സൂചനായ തന്നിട്ടുണ്ട്. ടിക്കറ്റ് ലേനേക്ക് ഈ ഭീഡ്, ടിക്കറ്റ് എടുക്കാനുള്ള തിരക്ക്. ടിക്കറ്റ് ബാബു കി പരേശാനി, അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട്. ലേഖകി സഹാനുഭൂതി സെ ഭരാ ശബ്ദ, അദ്ദേഹത്തിന്റെ സിമ്പതിയോടെയുള്ള കരുണയോടുള്ള
കുറച്ച് സംസാരങ്ങൾ. ഇതാണ് അന്നത്തെ ഡയറിയിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. 21 क्वेश्चन नंबर 21 अंग्रेज संवाद पढ़े और हिंदी में अनुवाद करे. इंग्लिश ടു ഹിന്ദി ട്രാൻസ്ലേഷൻ. അനുവാദമാണ് ട്രാൻസ്ലേഷൻ, തർജ്ജമ ചെയ്യുക. പ്രിയയും പ്രിയയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അത് ഡിഫിക്കൽട്ട് വേർഡ്സ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ്റെ ബാക്കിൽ ഡിഫിക്കൽട്ട് വേർഡ്സ് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് ആപ്റ്റായ വേർഡ്സുകൾ ഉപയോഗിച്ച് ചെയ്യുക. അടുത്ത സൂചന 22 से 25 तक के प्रश्नों में किन्हीं 3 के उत्तर लिखे. 22 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യനിൽ 3 എണ്ണത്തിന് ആൻസർ ചെയ്യാം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 എണ്ണത്തിന് ഒന്നിന് 8 മാർക്ക്. किसी एक मनपसंद फिल्म की समीक्षा लिखे. ഏതെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമിന്റെ സമീക്ഷ, ക്രിറ്റിസിസം തയ്യാറാക്കുക. അതിലെന്തെല്ലാം വേണം സൂചനകൾ വന്നിട്ട് എന്തെല്ലാം ഉണ്ടായിരിക്കണം. ഫിലിം കാ കഥാസറ, ഫിലിമിന്റെ കഥ. ഫിലിം കാ വിശ്ലേഷൺ, ഫിലിമിനെ മൊത്തത്തിലുള്ള ഒരു വിശ്ലേഷണം, ഒരു നോട്ടം, അതിൻ്റെ നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ഫിലിം കെ പ്രതി അപ്പന ദൃഷ്ടികോൺ, നമ്മൾ അവസാനം ഒരു വിലയിരുത്തൽ. അത്രയും ആ ഫിലിമിനെ പറ്റി ഉണ്ടായിരിക്കണം. 8 മാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജി കെ കമ്പനി की ओर से नई चप्पल. ജി കെ കമ്പനി പുതിയൊരു ചപ്പൽ, ചെരുപ്പ് ബാസാറിന് അതിനെ പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയൊരു ചപ്പൽ ഇറക്കിയിട്ടുണ്ട്. ഉസ്കി ബിക്രി ബഡാനേക്കിൽ, അതിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആകർഷക വിജ്ഞാപൻ തയ്യാറാക്കരെ. വിജ്ഞാപൻ മാനെ പരസ്യം, അഡ്വർടൈസ്മെന്റ്. സൂചനകൾ വന്നിട്ടുണ്ട്. വിഭിന്ന രംഗ്, പലതരത്തിലുള്ള ചെരുപ്പുകൾ, കളറോട് കൂടിയത്. നയ മോഡൽ, പുതിയ മോഡൽ. ഹൽക്ക, വെയ്റ്റ്ലെസ്. കം ദാം, വിലക്കുറവ്. ഇതെല്ലാമാണ് ജി കെ കമ്പനി പുറത്തിറക്കിയ പുതിയ ചെരുപ്പിനോടൊപ്പം കോളം വരച്ച് ജി കെ കമ്പനീന്റെ പേര് വെക്കുക, ചപ്പലിന് പേര് കൊടുക്കുക, ചപ്പലിന്റെ വിശേഷതകൾ എഴുതുക, ചപ്പലിന് നല്ലൊരു ചിത്രം വരച്ച് വെക്കുക. എന്തെങ്കിലും ചപ്പൽ പണിക്കുമ്പോൾ എന്തെങ്കിലും മുഫ്തായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ, അല്ലെ ഡിസ്കൗണ്ട്, ബട്ടയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി നന്നായിട്ട് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. अंग्रेजी और हिंदी के 8 पारिभाषिक शब्द जोड़े चुनकर लिखे. പാരിഭാഷ ശബ്ദ് വന്നിട്ടുണ്ട്. കൊമേഴ്സ്യൽ വേർഡ്സ് എന്ന് പറയും. പാരിഭാഷ ശബ്ദം വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ടു ഹിന്ദി, ഇംഗ്ലീഷിന് അത് ഹിന്ദി. മാച്ച് ഫോളോയിങ് ആണ്. മിലാൻ കരെ, നമ്മൾ അതിന്റെ ശരിയായ വേർഡ്സ് കണ്ടെത്തി എഴുതുക. ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാഷ്. ട്രാഷിൻ്റെത് ഉടേതാൻ. ഫോർമാറ്റ് പ്രാരൂപ്. ഔട്ട്പുട്ട് ബഹിർപാത്ത്. സെർച്ച് खोज. इंटरनेट अंतर्जाल. रिसोर्स संसाधन. पब्लिक सार्वजनिक. ക്യാൻസൽ റദ്ദ് കരെ. ഇങ്ങനെയാണ് അതിന്റെ മാച്ച് ദ ഫോളോയിങ് 8 മാച്ച് ചെയ്താൽ 8 മാർക്സ്. 25th ക്വസ്റ്റ്യൻ, കേരള में നിപ്പ വൈറസ് का फिर से व्यापन. കേരളത്തിൽ നിപ്പ വൈറസ് പിന്നെയും വ്യാപിക്കുന്നു. നിപ്പ വൈറസ് की रोकथाम के लिए, അതിനെ തടയാൻ വേണ്ടിയിട്ട് സർക്കാർ ദ്വാര की गई कार्रवाइयों, സർക്കാർ എന്തെല്ലാം നടപടികൾ എടുത്തു. സൂചനാ പാനേക്കൽ എന്നറിയാൻ വേണ്ടി വിമൽ, ഗാന്ധിനഗർ, എറണാകുളം. ഫ്രം അഡ്രസ് ആണ് വിമൽ, ഗാന്ധിനഗർ, എറണാകുളം. की ओर से सार्वजनिक सूचना अधिकारी, पब्लिक इंफॉर्मेशन ऑफिसर, स्वास्थ्य विभाग, हेल्थ डिपार्टमेंट, केरल सरकार के नाम एक सूचना अधिकार पत्र तैयार करे. ഒരു सूचना अधिकार पत्र, റൈറ്റ് ഇൻഫോർമേഷൻ സൂചന അധികാർ പത്ര തയ്യാർ കരെ. ഇപ്പം ഫ്രം അഡ്രസ് ആയിട്ട് എപ്പോഴും വരുന്നത് വിമൽ, ഗാന്ധിനഗർ, എറണാകുളമാണ് വരുന്നത്. വിഷയം നിപ്പ വൈറസ് കി റോക്ക്താം. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എഴുതുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക.